ഇമാജിനേഷൻ, ഇന്നോവേഷൻ, ക്രിയേറ്റീവ് ഫ്രീഡം, ഡയറക്ടർ ബ്രില്യൻസ്. പിന്നെ ഡയറക്ടറിന് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്രൂ, കൃത്യമായി അത് സിനിമയാക്കി കൊണ്ടുവരുന്ന ഒരു ക്രൂ, അതിന്റെയൊക്കെ ഒരു കൂട്ടായ്മയാണ് മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ. ആദ്യമേ പറയാം, ഈ സിനിമ എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ പ്രതീക്ഷിച്ച് പോവുകയാണ്, നാട്ടിൻപുറത്ത് നടക്കുന്ന പരിപാടിയൊക്കെ പ്രതീക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. കാരണം സിനിമ ഒരിക്കലും ഒരു തരത്തിലും അങ്ങനെ ഒരു സിനിമയാണെന്ന് അവർ അഡ്വർടൈസ് ചെയ്തിട്ടില്ല. സിനിമ അഡ്വർടൈസ് ചെയ്തേക്കുന്നത് 2046 ആണ്. ഒരു ഡെസ്റ്റോപ്പിയൻ സിനിമയായിട്ട് തന്നെയാണ് സിനിമ അഡ്വർടൈസ് ചെയ്തേക്കുന്നത്. സൈഫൈ, ഡെസ്റ്റോപ്പിയൻ, കോമഡി, സറ്റയർ, സോഷ്യൽ കമന്ററി ആൻഡ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വരെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് മസ്തിഷ്ക മരണം. കൃഷാന്തിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും വിഷ്വലൈസിംഗ് ടെക്നിക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ഡിഫറെന്റ് ആയ ഒരു ടെക്നിക്കാണ്. മലയാള സിനിമയിൽ സ്ഥിരമായി കണ്ടുവരുന്ന കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് കാണാത്ത ഫ്രെയിമിങ്ങുകളും കാണാത്ത സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡുകളാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ആക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രജിഷ വിജയൻ സുപ്രീമസി എന്ന് തന്നെ പറയണം. രജിഷ വിജയൻ ഒരു ടാലന്റ് ആക്ട്രസ് ആണെന്ന് ഫസ്റ്റ് സിനിമ തൊട്ട് പ്രൂവ് ചെയ്ത ഒരാളാണ്. പക്ഷെ ഇതൊരു ഡിഫറെന്റ് ഔട്ട്ലുക്ക് ആണ്, ഡിഫറെന്റ് ആക്ടിംഗ് ആണ്, ഡിഫറെന്റ് ക്യാരക്ടറാണ്. എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. ആൻഡ് രജിഷ വിജയന്റെ കൂടെ തന്നെ മുട്ടി നിൽക്കുന്നുണ്ട് നിരഞ്ജൻ ആണെങ്കിൽ ശരി, ദിവ്യപ്രഭ ആണെങ്കിൽ ശരി. ദിവ്യപ്രഭ ഒരു കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണെന്ന് ഇതുവരെ കേരളം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദിസ് മൂവി പ്രൂവ് ദിവ്യപ്രഭയ്ക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ പറ്റും. ഒരു കൊമേഴ്ഷ്യൽ സിനിമകളിലാണെങ്കിൽ ശരി, കോമഡി സിനിമകളിലാണെങ്കിൽ ശരി, ദിവ്യപ്രഭയ്ക്ക് അതിൻ്റെതായ സ്പേസ് ഉണ്ട് എന്ന് ഈ സിനിമ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ആണെങ്കിൽ ശരി, ജഗദീഷ് ഈസ് ലൈക്ക് ഏത് വേൾഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ചേർന്ന് പോകുന്ന ഒരു ആക്ടറായിട്ട് ജഗദീഷ് വീണ്ടും 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 പുള്ളി പ്രൂവ് ചെയ്യാണ്. സുരേഷ് കൃഷ്ണ ഈസ് ഓൾസോ ദർ. പുള്ളി കിടിലമായിരുന്നു. ഗഗനചാരി OTT-യിൽ കണ്ടിട്ട് അയ്യോ ഇത് തിയേറ്ററിൽ നിന്ന് കാണണമായിരുന്നു എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോളൂ. മസ്തിഷ്ക മരണം ഈസ് ഫോർ യു. പോസിറ്റീവ്സ് മാത്രം അറിയാൻ പോരാ, കുറച്ച് നെഗറ്റീവ്സും പടത്തിന് നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായി തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത് ഭയങ്കര കിടിലമായിട്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ഡെസ്റ്റോപ്പിയൻ കോർട്ട് റൂം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സാധനം നമ്മൾ ദിസ് ഈസ് ഡിഫറെന്റ്, വെരി ഡിഫറെന്റ്. നമ്മളൊരു ടിപ്പിക്കൽ ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് തിങ് ആണ്. ആൻഡ് അവർ ആ ഒരു 2046 എന്ന് പറയുന്ന ആ ഒരു സമയത്തിന്റെ ഒരു എന്താ പറയാ എക്സ്ട്രീമിറ്റിയിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കാം എന്ന് നല്ല രീതിയിൽ ക്രിയേറ്റീവായി, എന്നാൽ ഭയങ്കര എന്റർടൈനിങ് ആയി, എന്നാൽ അതേസമയം ത്രില്ലറായിട്ട് അവർ ഭയങ്കര കിടിലം ബാലൻസിൽ ആ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫ് ഈസ് ലൈക്ക് കിടിലൻ. മറ്റൊരു പ്രധാന നെഗറ്റീവ് എനിക്കത് ഗഗനചാരിയിൽ ഫീൽ ചെയ്തിരുന്നു, ഈ സിനിമയിൽ ഫീൽ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെസ്റ്റോപ്പിയൻ സിനിമയാണ്. 2046 എന്ന് പറയുന്നത് ഗഗനചാരി കുറെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ എല്ലാത്തിലും 90s കിഡ്സ് എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ആ സമയത്തുണ്ടാവുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നുള്ളതിലുപരി ടെക്നോളജി എല്ലാം ആ സമയത്തെയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്രിയേറ്റീവ് സാധനങ്ങളാണെങ്കിലും ശരി, ഐഡിയ വൈസ് ആണെങ്കിലും ശരി, ഒരുപാട് സാധനങ്ങളെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പക്ഷേ ആൾക്കാർ ഇപ്പോഴും ഒരു 90s കിഡ്സ് ആയിട്ട് അവിടെ കുടുങ്ങി നിൽക്കുന്നു. നമ്മളെ അത് എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് കണക്ട് ആവാൻ വേണ്ടി ആയിരിക്കാം, യെസ് ഓഫ് കോഴ്സ്. പക്ഷേ എന്നാൽ പോലും ഒരു മേ ബി സംതിങ് ഡിഫറെന്റ് ആസ് എ ക്യാരക്ടർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ആ സമയത്ത് അവർ ഡിഫറെന്റ് ചിന്തിക്കുന്ന സംഭവം എന്നുള്ള രീതിയിൽ ഈ ടെക്നോളജി എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്ന് കാണിക്കുന്നതിന്റെ ഒപ്പം എങ്ങനെ മനുഷ്യന്മാരും അങ്ങനെ ആയോ ഇല്ലയോ അതിനൊരു എന്താ പറയുക ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിനകത്തില്ല. പക്ഷേ അതർ ദാൻ ദാറ്റ് എവറിത്തിങ് ഈസ് ഗ്രേറ്റ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ശരി, ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ദേ ടുക്ക് ദിസ് മൂവി ടു അനദർ ലെവൽ എന്ന് തന്നെ പറയണം. കാരണം നമുക്കറിയാം ആക്ച്വലി ഗഗനചാരി വാസ് വെരി എന്താ പറയുക ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഇത് അത്ര ലോ ബഡ്ജറ്റ് സിനിമയല്ല, പക്ഷെ എന്നാൽ ഇത് അത്ര കിടിലം ബഡ്ജറ്റ് ഉള്ള സിനിമയല്ല. സോ വി ക്യാൻ സീ ദ ലിമിറ്റേഷൻസ് ഇൻ ബിറ്റ്വീൻ ഫ്രെയിംസ്. പക്ഷേ എങ്ങനെ അത് കാണിക്കാതിരിക്കാം മാക്സിമം ആക്ച്വലി എന്താ പറയുന്നത് അതൊരു ഭയങ്കര കിടിലൻ ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണെന്ന് പറയണം. ഫ്രെയിമിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാത്തിന്റെ കാര്യത്തിലും ശരി, വി ഗെറ്റ് ടു സീ ദ ഡെസ്റ്റോപ്പിയൻ കേരള, ഡെസ്റ്റോപ്പിയൻ കൊച്ചി, നിയോ കൊച്ചി എന്നാണ് സ്ഥലത്തിന്റെ പേര്. സോ നിയോ കൊച്ചി നമുക്ക് അതിൽ കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻഡോർസിൽ അധികം കുടുങ്ങി നിൽക്കാതെ ഔട്ട്ഡോർസിലേക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ദോസ് ഔട്ട്ഡോർ തിങ്സ് ആർ നൈസ്. ദർ ആർ ലിമിറ്റേഷൻസ്, വി ഓൾ നോ ദാറ്റ്. വിത്ത് ദ ബഡ്ജറ്റ് Wes did a great job and that's amazing. Hats off to that. ഈ സിനിമയിൽ വിഷ്വൽ എഫക്ട്സ് ടീം ഭയങ്കര കിടലായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. നമുക്കൊരു മലയാള സിനിമയുടെ നിലവാരത്തിലല്ല, ഒരു ഹോളിവുഡ് സിനിമയിലേക്ക് മുട്ടിക്കണം എന്നാൽ നമുക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല, അത്ര ടെക്നോളജി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വളരെ നീറ്റായിട്ട് നമുക്ക് അയ്യേ ഇത്രയും CGI ആണോ, ഇത്രയും ഇത് പോരാ, ഇത് അങ്ങനെ ഒന്നും തോന്നാത്ത രീതിയിൽ, എന്നാൽ ഭയങ്കര CGI ഭയങ്കര എഫക്ട്സ് ആണോ എന്നും തോന്നാത്ത രീതിയിൽ ഒരു ബാലൻസ് ചെയ്ത് വളരെ നൈസായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് വിഷ്വൽ എഫക്ട്സ് ഉണ്ട്, അത് കാണാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം അവർ റിയൽ എഫക്ട്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി വിഷ്വൽ എഫക്ട്സ് ചെയ്തത്
വളരെ നൈസായിട്ടുണ്ട്, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു, ഒരു സ്ഥലത്ത് പോയിട്ട് ഓടായിട്ട് തോന്നിയില്ല. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഇൻ ടോട്ടാലിറ്റി മസ്തിഷ്ക മരണം ഈസ് എ തിയേറ്റർ വാച്ച്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഒ ടി ടിയിൽ കാണണം. ഞാനിപ്പോൾ ഒ ടി ടിയിൽ കാണാൻ വേണ്ടി ഇനി ഒ ടി ടിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ദർ ആർ ലോട്ട് ഓഫ് ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് ലൈക്ക് പെട്ടെന്ന് പോകുന്ന സാധനം. അപ്പോൾ കുറേ കോമിക് റെഫറൻസിലാണ് സിനിമയുടെ ഫ്രെയിമിംഗ് ആണെങ്കിലും ശരി, ഡയലോഗ്സ് ആണെങ്കിലും ശരി, കുറെ ഡീറ്റെയിലിങ്സ് ആണെങ്കിലും ശരി, എല്ലാം കുറെ കോമിക് റെഫറൻസുകൾ കുറെ ചെയ്തിട്ടുണ്ട്. സോ ഐ വോണ്ട് ടു സീ ദ മൂവി അഗെയിൻ. തിയേറ്ററിൽ പോയി പോസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി ഒ ടി ടി വരണം. ഒ ടി ടി വരുമ്പോൾ പോസ് ചെയ്തിരുന്ന് കാണണം. കാരണം ദർ ആർ ലോട്ട് ഓഫ് ഹിഡൻ ഡീറ്റെയിൽസ് ഇൻ ഇറ്റ് ആൻഡ് ദ ബ്രില്യൻസ് ത്രൂ ഔട്ട് ഓരോ ഫ്രെയിമിലും കാണാനുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്.